സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രഖ്യാപനം നടത്തി. അദ്ദേഹം പറയുന്നത് വിവിധ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ഫാക്ടറികൾ നടത്തുന്നുവെന്നാണ്. അതായത് വിവിധ രാജ്യങ്ങളിൽ, ഇറാനിൽ മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഉണ്ട്. ആ ഫാക്ടറികൾ വളരെ തിരക്ക് പിടിച്ച് ഇറാൻ മിസൈലുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് എന്നൊരു പ്രഖ്യാപനമാണ് ഇദ്ദേഹം നടത്തിയത്. ഈ പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ പശ്ചാത്തലം, ഇദ്ദേഹം ഇറാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗൾഫ് ഓഫ് ഒമാനിൽ ഒരു നേവൽ അഭ്യാസം നടത്തിയിരുന്നു. സാധാരണഗതിയിൽ യുദ്ധത്തിൻ്റെയൊക്കെ മുന്നോടിയായിട്ടും അതുപോലെ മിലിറ്ററിനെ എപ്പോഴും അപ് ടു ഡേറ്റ് ആക്കി നിർത്തുന്നതിന് വേണ്ടി രാജ്യങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് മിലിറ്ററി എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇവർ ഗൾഫ് ഓഫ് ഒമാനിൽ നടത്തിയൊരു നേവൽ മിലിറ്ററി എക്സസൈസ് ആണ്. അത് കഴിഞ്ഞ ആഴ്ചയാണ് ആ കാര്യം ചെയ്തത്. അപ്പം ഇസ്രായേലുമായിട്ടുള്ള 12 ഡേ വാർ കഴിഞ്ഞ് ഏകദേശം 2 മാസമാവുന്നു. അതിനിടയിലാണ് ഈ നേവൽ എക്സസൈസ് നടത്തിയിട്ടുള്ളത്. ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്നത് അറബിക്കടലിൽ നിന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് കടക്കുന്നതിൻ്റെ തുടക്കത്തിലുള്ള ആ കടലിൻ്റെ പേരാണ് ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൾഫ് ഓഫ് ഒമാൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒമാനും അതിൻ്റെ കിഴക്ക് വശത്ത് വരുന്നത് ഇറാനും, പിന്നെ ഇറാൻ അവസാനിക്കുന്നിടത്ത് പാകിസ്ഥാനും തുടങ്ങുന്നു. അപ്പം ഗൾഫ് ഓഫ് ഒമാനിൻ്റെ അറബിക്കടലിൽ നിന്ന് ഗൾഫ് ഓഫ് ഒമാൻ പ്രവേശിക്കുന്ന ഭാഗത്ത് കിഴക്ക് ഭാഗത്തുള്ളത് പാകിസ്ഥാനാണെന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാൻ കഴിഞ്ഞാൽ ഉടനെ ഇറാൻ, പിന്നെ പേർഷ്യൻ ഗൾഫിൻ്റെ കിഴക്ക് ഭാഗം മുഴുവനും ഇറാനാണ്. അത് അങ്ങനെ ഉള്ളിലേക്ക് പോയി ഗൾഫ് ഓഫ് ഒമാൻ പിന്നീട് നമുക്കറിയാതെ വീതി കുറഞ്ഞ് പിന്നീട് പേർഷ്യൻ ഗൾഫായിട്ട് മാറുകയാണ്. പേർഷ്യൻ ഗൾഫിൻ്റെ മറുഭാഗത്താണ്, പടിഞ്ഞാറ് ഭാഗത്താണ് മുഴുവൻ നമ്മൾ ഗൾഫ് കൺട്രീസ് എന്ന് വിളിക്കുന്ന രാജ്യങ്ങൾ മുഴുവൻ വരുന്നത്. അതിൻ്റെ കിഴക്കേ അതിർത്തി പൂർണ്ണമായും ഇറാനാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൽ ഗൾഫ് ഓഫ് ഒമാൻ എന്ന് പറയുന്നത് അറബിക്കടലിലേക്ക് തുറക്കുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഭാഗത്താണ് ഈ നേവൽ എക്സസൈസ് നടത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഇവർ മിസൈലുകളാണ് പരീക്ഷിച്ചിട്ടുള്ളത്. മിസൈലുകൾ, അതിൻ്റെ ആക്യുറസി, ഇത്തരം കാര്യങ്ങളാണ് പരീക്ഷിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുന്നത്. പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടില്ല. അവർ പുറത്തുവിടുന്ന വിവരങ്ങളാണ് ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിക്ക് ലഭിക്കുന്നത്. ഇദ്ദേഹം ഇറാനിൽ തന്നെയുള്ള ന്യൂസ് ഏജൻസി ആയിട്ടുള്ള യങ് ജേർണലിസ്റ്റ് ക്ലബ്ബ്, ഇറാൻ ഇന്റർനാഷണൽ എന്നീ ന്യൂസ് ഏജൻസികൾക്ക് ഇദ്ദേഹം അനുവദിച്ച ഒരു ഇന്റർവ്യൂവിലാണ് ഇദ്ദേഹം ഈ വലിയ വിവരം എന്ന നിലയിലുള്ള ഈ വിവരം അദ്ദേഹം പുറത്തുവിട്ടത്. വിവിധ രാജ്യങ്ങളിൽ ഇവർ മിസൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ സാധാരണഗതിയിൽ രാജ്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വികസന പ്രവർത്തനങ്ങളിലാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിസൈലൊന്നുമല്ല. അപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഇദ്ദേഹം പറയുന്നത് ഇറാൻ മിസൈൽ പ്രൊഡക്ഷനിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതിനെ ഇദ്ദേഹം പശ്ചാത്തലമായിട്ട് പറയുന്നത് 12 ഡേ വാറിൽ ഇസ്രായേലിനെതിരെ അവർ ഉപയോഗിച്ച ഒരേ ഒരു വെപ്പൺ മിസൈൽ മാത്രമാണ്. വേറൊരു വെപ്പണും അവർ ഇസ്രായേലിനെതിരെ ഉപയോഗിച്ചിരുന്നില്ല. അപ്പം ആ ഉപയോഗിച്ച ഏകദേശം 400 ചില്ലുവാൻ മിസൈലുകളിൽ ഒരു 36 എണ്ണം ഇസ്രായേലിനെ പ്രവേശിപ്പിക്കുന്നതിന് അവർ വിജയിച്ചിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇസ്രായേലിനെ ഭയപ്പെടുത്താൻ കഴിയുന്ന ഒരേ ഒരു സാധനം മിസൈലാണ് എന്ന് അവർക്കറിയാവുന്നത് കൊണ്ടായിരിക്കണം ഇത്തരം ഒരു പ്രഖ്യാപനവുമായി ഒരു പരിധിവരെ ഒരു ഗുണ്ടാണിത് ഇതുമായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുന്നതെന്ന് വേണം വിചാരിക്കാൻ. 36 മിസൈലുകൾ ഇസ്രായേൽ വലിയ നാശം സൃഷ്ടിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ആ 12 ഡേ വാറിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഒരു 3 ദിവസം കൂടി ആ യുദ്ധം നീണ്ടു നിന്നിരുന്നെങ്കിൽ, ഒരു 15 ദിവസത്തെ യുദ്ധം നീണ്ടു നിന്നിരുന്നെങ്കിൽ ഇസ്രായേൽ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു ദിവസത്തിനുള്ളിലൊക്കെ തന്നെ ഇസ്രായേലിന്റെ മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങൾ തീർന്നു പോവുകയും പിന്നീട് ഇവരിവിടെ നയിക്കുന്ന മുഴുവൻ മിസൈലുകളും ഇസ്രായേലിൽ പ്രവേശിച്ച് ഇസ്രായേലിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മാസ്റ്റർ പീസ് വെപ്പൺ ആയിട്ടുള്ള ഒരു സാധനം ഖാസിം ബാസിർ മിസൈൽ എന്ന് പറയുന്ന ഒരു സാധനം, അത് അവർ ഉപയോഗിച്ചിട്ടില്ല. അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ ബാക്കിയേ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് മുമ്പിൽ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ഉപയോഗിക്കാതെ? ഇസ്രായേലിനുള്ള ദയവ് കൊണ്ടായിരിക്കും. അത് നശിച്ചു പോകേണ്ട, കുറച്ചാൾ ബാക്കി നിന്നോട്ടെ എന്നുള്ള ദയവ് കൊണ്ടായിരിക്കാം ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. എന്തായാലും ആ മിസൈൽ അവർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. ഞങ്ങൾ അത് ഉപയോഗിച്ചിട്ടില്ല. ബാക്കിയുള്ള മിസൈലുകളൊക്കെ ഉപയോഗിച്ചു. ഞങ്ങൾക്ക് 12 ദിവസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പിന്നീട് ഒരു 3 ദിവസം കൂടെ യുദ്ധം തുടർന്നായിരുന്നെങ്കിൽ ഇസ്രായേൽ ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഇനി ഞങ്ങൾ മിസൈലുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടുകയാണ് ചെയ്യുന്നത്, ഇസ്രായേലിനെ ഞങ്ങൾ തവിടുപൊടിയാക്കും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇദ്ദേഹം ഈ പ്രസ് മീറ്റിംഗ് വഴി പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പൊ ഇദ്ദേഹം തിരിച്ചറിയാതെ പോയ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന ഇസ്രായേലിന്റെ കയ്യിൽ മിസൈൽ സ്റ്റോക്ക് ഇല്ലാഞ്ഞിട്ടല്ല ഇസ്രായേൽ റാൻഡമായിട്ട് ഇറാനിലേക്ക് മിസൈൽ അയക്കാഞ്ഞത്. ഇറാൻ ചെയ്തത് ലക്ഷ്യമില്ലാതെ ഇസ്രായേലിന്റെ മണ്ണിൽ എത്തത്തക്ക രീതിയിൽ 100 കണക്കിന് മിസൈലുകൾ ഒന്നിച്ചയക്കരുത്, എവിടെയെങ്കിലും പോയി വീഴട്ടെ എന്നുള്ള മട്ടില്ല. ഇസ്രായേൽ അവിടെ ടാർഗറ്റഡ് അറ്റാക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. സിവിലിയൻ ഏരിയകളെ അവർ തൊട്ടിട്ടില്ല.
സാധാരണ മനുഷ്യർക്ക് പരിക്ക് പറ്റുമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. മിലിറ്ററി ഏരിയകളും അതുപോലെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിലിറ്ററി പരമായി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടാർഗറ്റുകൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ അന്ന് ആക്രമണം നടത്തിയത്. അതൊരു നിയന്ത്രിതമായ ആക്രമണമായിരുന്നു. ഇറാൻ അയക്കുന്നത് പോലെ ഇസ്രായേലും മിസൈലുകൾ അയച്ചിരുന്നുവെങ്കിൽ ഇറാൻ ഒട്ടും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല. ഇറാനിൽ എവിടെയും വീഴിക്കാൻ പറ്റുന്ന മിസൈലുകൾ ധാരാളം ഇസ്രായേലിന്റെ ശേഖരത്തിലുണ്ട്. അവരത്രയും മിസൈലുകളൊന്നും അടുത്ത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇവർ ഈ മിസൈൽ ഉപയോഗിക്കും എന്ന് പറയുമ്പോൾ അവിടെ തിരിഞ്ഞിങ്ങോട്ട് വരും. കാരണം മിസൈൽ ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ 0 ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരെണ്ണം പോലും ഇവരെ കൊണ്ട് താങ്ങാനാവില്ല. അവർ 400 അയച്ചാൽ 400 ഇവിടെ വരും. 400 വീണ് കഴിഞ്ഞാൽ ഇറാൻ ബാക്കി ഉണ്ടാവില്ല. അപ്പൊ അത്തരത്തിലൊരു കാര്യം അവർ ചെയ്യും എന്നുള്ള ചെയ്തേക്കാം എന്നുള്ളൊരു സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കാതെ മിസൈലിനെ കഴിഞ്ഞും വലിയ ഗുണ്ടാണ് ഇദ്ദേഹം ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇവർ മിസൈലുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പൊ ഇവരുടെ രാജ്യത്തുണ്ടാക്കാൻ എന്തുകൊണ്ട് ഇവരുടെ രാജ്യത്തുണ്ടാക്കാത്തത്? ഇവരുടെ രാജ്യത്തുണ്ടാക്കിയ ഇസ്രായേൽ അത് പൊട്ടിച്ചാളി. അതുകൊണ്ട് വേറെ എവിടെയും കൊണ്ടുവച്ച് ഉണ്ടാക്കാമെന്നാണ് ഇവർക്ക്. അപ്പൊ അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഒരു ധൈര്യമില്ലായ്മ, കോൺഫിഡൻസ് ഇല്ലായ്മ ഇദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് വളരെ തെളിഞ്ഞു കാണാം. ഇതൊക്കെ ഇറാനികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെ അടിച്ച് ഫ്ലാറ്റാക്കും, അതിനുള്ള ശേഷി ഈ തീവ്രവാദ ഗവൺമെന്റിനുണ്ട് എന്ന് ഇറാനികളെ, സ്വദേശത്തും വിദേശത്തുമുള്ള ഇറാനികളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചേക്കും എന്നതിന്റെ പേരിൽ ഇറക്കുന്ന ഗിമ്മിക്സ് ആണിത്. കാരണം അവരുടെ നാട്ടിൽ വെച്ച് അവർക്ക് മിസൈൽ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അവരെവിടെയെങ്കിലും മിസൈൽ ഉണ്ടാക്കിയാൽ ഇസ്രായേൽ അത് വന്ന് ചുട്ടുകളയും. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ വിദേശത്തുണ്ടാക്കുന്നത്. ഇനി വിദേശത്തുണ്ടാക്കിയ മിസൈല് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേണം ഇനി പിന്നെ ഇസ്രായേലിന് നേരെ അയക്കാൻ, അല്ലെങ്കിൽ അമേരിക്കൻ ലക്ഷ്യങ്ങൾക്ക് നേരെ അയക്കാൻ. അപ്പൊ ഇതിൽ ഏത് വിദേശ രാജ്യമാണ് ഇവർക്ക് മിസൈൽ ഉണ്ടാക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ സഹകരണം ചെയ്തു കൊടുക്കുക? ഒറ്റ രാജ്യം മാത്രമേ ഈ ലോകത്ത് ഞാൻ അതിന് കാണുന്നത് പാകിസ്ഥാനാണ്. കാരണം ആരുടെ കൂടെയും എന്ത് പണിക്കും കൂടുന്ന ഒരു വൃത്തികെട്ട രാജ്യമാണ് പാകിസ്ഥാൻ. അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കും, എന്നിട്ട് അമേരിക്കയ്ക്കെതിരെ പ്രയോഗിക്കാനുള്ള മിസൈൽ ഉണ്ടാക്കാനുള്ള സ്ഥലം അവരുണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു രാജ്യം അല്ലാതെ വേറെ ലോകത്തിലൊരു രാജ്യത്തും ഒരു മിസൈൽ ഉണ്ടാക്കാനുള്ള സംവിധാനം ഇവർക്ക് കിട്ടുകയില്ല. പാകിസ്ഥാനിൽ അവർ എന്ത് ചെയ്താലും അത് അമേരിക്ക മണത്തറിയും. അത് പാകിസ്ഥാന്റെ തലക്കിട്ടും കിട്ടും, ഇറാനിട്ടും കിട്ടും. കാരണം ഈ ഇറാനെയും പാകിസ്ഥാനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. അത് ഈ ബലൂചിസ്ഥാൻ കലാപമാണ്. ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം, ബലൂജികൾ എന്ന് പറയുന്ന അതൊരു പ്രത്യേകതരം ഗോത്രമാണ്. ബലൂജികൾ എന്ന് പറയുന്നത് ഗോത്രമാണ്. ഈ ഗോത്രം ഏകദേശം പകുതിയോളം കിടക്കുന്നത് ഇറാനിലാണ്, പകുതി കിടക്കുന്നത് പാകിസ്ഥാനിലുമാണ്. അപ്പം ഈ പാകിസ്ഥാനിലും ഇറാനിലും ചേരുന്ന മൊത്തം പ്രദേശം, അപ്പം ഈ ബലൂജികൾ പരന്നു കിടക്കുന്ന പ്രദേശത്തിന് നടുക്കുകൂടിയാണ് പാകിസ്ഥാൻ ഇറാൻ ബോർഡർ കടന്നു പോകുന്നത്. ഇപ്പൊ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ റിബൽ മൂവ്മെന്റ് നടക്കുന്നത് പാക് ബലൂചിസ്ഥാനിലാണ്. ഇറാനിലുള്ള ബലൂജികളുടെ സ്ഥലത്തും ഈ റിബലിയൻ പടർന്നു വരുന്നുണ്ട്. അപ്പൊ ഈ റിബലിയൻ ഒന്നു ചേർന്ന് കഴിഞ്ഞാൽ ഈ പാകിസ്ഥാനും ഇറാനുമെതിരെ ഇത് ഒന്നിച്ചെതിർക്കപ്പെടുകയും ഈ ഒരു ഏരിയയ്ക്ക് വേണ്ടി, ഏകദേശം ഒരു ബംഗ്ലാദേശിനേക്കാൾ വലിപ്പമുള്ള ഒരു പ്രദേശമാണ്, ആ ഒരു ഏരിയ ഒരു സ്വതന്ത്ര രാജ്യമായി കിട്ടാൻ വേണ്ടി അവര് മുന്നോട്ട് വരികയും ചെയ്യും. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചും ഇറാനെ സംബന്ധിച്ചും ഒരു കോമൺ എനിമിയുണ്ട്, അത് ബലൂജികളാണ്. അപ്പൊ ആ ബലൂജികൾക്ക് വേണ്ടി ഇവർ കൈകോർക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അതാണ് ഇവർ വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ മിസൈൽ ഉണ്ടാക്കുന്നു എന്ന പ്രഖ്യാപനം നൽകുന്ന സൂചന. പാകിസ്ഥാൻ ഒരുപക്ഷെ ഇവരുടെ മിസൈൽ പരിപാടിയുമായിട്ട് സഹകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്ന ടെക്നോളജി, ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന ടെക്നോളജി ഇവർക്ക് പറഞ്ഞു കൊടുത്തത് പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഇവരുടെ അടിയിലേക്കൂടെയുള്ള ബന്ധമായിരിക്കണം ഇവർ വിവിധ രാജ്യങ്ങളിൽ മിസൈൽ ഉണ്ടാക്കും എന്ന പ്രഖ്യാപനത്തിന് പിന്നിലുള്ളത് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഇറാനെ നിരന്തരമായി നിർബന്ധിക്കുകയാണ്. ന്യൂക്ലിയർ നെഗോസിയേഷൻസ് US-ഉമായിട്ട് തുടങ്ങണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സാങ്ഷൻസ് ഏർപ്പെടുത്തുമെന്ന് മാത്രമല്ല യുണൈറ്റഡ് നേഷൻസിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ യുണൈറ്റഡ് നേഷൻസിന്റെ ഉപരോധത്തിന് വേണ്ടി പ്രമേയം അവതരിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ഒത്തു നിൽക്കുകയും അമേരിക്കയും മറ്റു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുകയും ചെയ്താൽ ഇറാന്റെ കാര്യം കട്ടപ്പകയാവും. അപ്പൊ എങ്ങനെയെങ്കിലും ന്യൂക്ലിയർ നെഗോസിയേഷനിലേക്ക് കടക്കണം എന്നുള്ള ഒരു സ്ട്രിക്റ്റ് വാർണിംഗ് ആണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന് നൽകിയിട്ടുള്ളത്. അതിനോട് പെഷേസ്കിയാനും അഗാച്ചിയും ഒക്കെ പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തത്. പക്ഷെ ഇന്ന് ഖമനേയി പറയുന്നു ഒരു കാരണവശാലും US-ഉമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ നിൽക്കില്ല. കാരണം അവർ ചെയ്യാവുന്ന അല്ലെങ്കിൽ ക്ഷമിക്കാവുന്ന ഒരു തെറ്റല്ല ഞങ്ങളോട് ചെയ്തിട്ടുള്ളത്. ഇത് ഇഷ്യൂ വിത്ത് US ഈസ് അൺസോൾവബിൾ എന്നാണ് ഖമനേയി പറഞ്ഞതായി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുള്ളത്. ഇതും മത നേതൃത്വവും ഇറാനിയൻ ഗവൺമെന്റും തമ്മിലുള്ള ഡ്രിഫ്റ്റ് വ്യക്തമാക്കുന്നു. അതിനിടയിലൂടെ പല യൂട്യൂബ് ചാനലുകളിലും ഇറാനിൽ വലിയ കലാപങ്ങൾ നടക്കുന്നതായും അത് ടെഹ്റാനിലേക്ക് പടരുന്നതായും സൂചനകൾ നൽകുന്നുണ്ട്. മേജർ ന്യൂസ് ഏജൻസികൾ ഇത്തരം ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
യൂട്യൂബർമാർ പലരും പറയുന്നു ഇറാനിൽ പല ഭാഗത്തും കലാപങ്ങൾ പടരുന്നു, അത് ടെഹ്റാനിലേക്ക് പരക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള യൂട്യൂബ് ന്യൂസുകൾ പുറത്തു വരുന്നുണ്ട്. പലതും റിലയബിൾ അല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മളത് കൂടുതൽ കോട്ട് ചെയ്യാത്തതും അതിന് ഡീറ്റെയിൽസ് പറയാത്തതും. ഈ പറയുന്ന ന്യൂസുകളെല്ലാം ഇന്റർനാഷണൽ ഏജൻസികൾ, റോയിറ്റേഴ്സും ABC-യും NDTV-യും ഒക്കെ അടക്കമുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാഷിംഗ്ടൺ ന്യൂസ്, വാഷിംഗ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേർണല്, ന്യൂയോർക്ക് ടൈംസ്, ഇങ്ങനത്തെ പ്രസിദ്ധീകരണങ്ങൾ വരുന്ന ന്യൂസുകളാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ റെഫർ ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽസിന്റെ ന്യൂസുകൾ പൊതുവേ നമ്മൾ പറയാറില്ല, കാരണം അത് റിലയബിൾ അല്ല. ചിലപ്പോൾ അത് നാളെ അത് തെറ്റാണെന്ന് വന്നു വരും, അതുകൊണ്ട് അത്തരം ന്യൂസുകൾ നമ്മൾ പറയാറില്ല. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് ഇറാൻ അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഗീർവാണങ്ങൾ വിടുന്നത്. ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് മിസൈൽ ഉണ്ടാക്കി ഇസ്രായേലിനെ ആക്രമിക്കുമെന്നൊക്കെയുള്ള പ്രഖ്യാപനം എന്നുള്ളത് വെറും ഗീർവാണമാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ അത് വാസ്തവത്തിൽ അതിൽ സൂചിപ്പിക്കുന്നത് ഇറാനിയൻ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ്. അവർ മറ്റുള്ളവരുടെ മുൻപിൽ ഈ മണ്ടിമറിയൻ തവളയെ പോലെ എയർ പിടിച്ച് ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും ഭയങ്കര ആക്റ്റീവാണ്, എലൈവാണ് എന്ന് കാണിക്കാനുള്ള ഒരു ഗിമ്മിക്സ് ആണ്. ആ ഗിമ്മിക്സ് നിശ്ചയമായും ഫ്ലോപ്പാണ്. കാരണം സ്വന്തം രാജ്യത്ത് ആയുധം നിർമ്മിക്കാൻ ധൈര്യമില്ലാതെ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് ഞങ്ങൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് പറയുന്നിടത്തു തന്നെ അവരുടെ രാജ്യത്ത് തന്നെ അവർക്ക് നിലനിൽപ്പില്ല, അവരുടെ രാജ്യത്ത് തന്നെ പിടിച്ചു നിൽക്കാനാവില്ല. അവരുടെ രാജ്യത്ത് എവിടെ ആയുധം ഉണ്ടാക്കിയാലും ആ വിവരം അവരുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ചാരന്മാര്, അവർക്ക് തന്നെ എതിരായിട്ടുള്ള അവരുടെ പൗരന്മാർ തന്നെ ചാരന്മാരായിട്ടുള്ളത്, അല്ലെ അഫ്ഗാൻ കുടിയേറ്റക്കാരായിട്ടുള്ള ആളുകളുടെ ചാരന്മാർ വഴി കൃത്യമായിട്ട് ഇസ്രായേൽ ലഭിക്കുകയും അത് മുളയിലെ നുള്ളിക്കളയുകയും ചെയ്യുമെന്ന് അഡ്മിറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് വിദേശ രാജ്യങ്ങളിൽ പോയി തങ്ങൾ മിസൈൽ ഉണ്ടാക്കുന്നു എന്നുള്ള ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് എന്ന് വേണം ഒരു ന്യൂസ് ഇന്റർപ്രിട്ടേഷൻ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കാൻ.